ഹലോ അസ്സലാമലൈക്കും. ഇന്നാണ് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം വരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ചാവി നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് വേഗം തന്നിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് മതി. അന്നേരം കാണുന്നത് ആ ലുക്ക് ഒന്ന് വേറെയല്ലേ, നമ്മൾ കണ്ട് ഒരു ഭംഗി പോകും. അതുകൊണ്ട് ഇതാ ഈ ഇപ്പോൾ രാവിലെ ആയിരുന്നു നമുക്ക് താക്കോൽ തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ റൂമൊക്കെ ഇതാ നമ്മൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവല്ലോ. ഇനി നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലേക്കാണ്. ഇന്നായിരുന്നു സ്കൂളിൻ്റെ PTA മീറ്റിംഗ്. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസമായിരുന്നു PTA മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കത് എന്താ പറയുക, ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ PTA മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ജബാർക്ക് ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി. കാറിൽ വേഗം പോയിട്ട് വേഗം വരാമല്ലോ. അങ്ങനെ ഇതാ PTA മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. വേഗം സൈനൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ എന്താ പറയുക, എക്സാമിൻ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വീട്ടിലോട്ടേക്ക് വിടുകയാണ്. അവിടെ ഇനിയും പണികളൊക്കെ ബാക്കിയുണ്ട്. ശ്രമിക്കാണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലവറൊക്കെ ഒന്ന് വാങ്ങി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഏതായാലും PTA മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേണ്ടത് നമ്മൾ ഫ്ലവറൊക്കെ വാങ്ങി തിരിച്ച് വീണ്ടും വീട്ടിലോട്ടേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മിസ്സായിപ്പോയി, മറന്നുപോയി. രണ്ടാമതും വണ്ടി എടുത്തിട്ട് പിന്നെയും വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ഉസ്താദ് എല്ലാവരും ഉണ്ടായിരുന്നു, ദുആയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഉസ്താദ് ദുആയൊക്കെ കഴിയുന്നത് വരെ കിച്ചണിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. മുമ്പിലിട്ട് കയറാൻ പറ്റത്തില്ല, കാരണം എല്ലാവരും അവിടെ ഇരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ബാക്കിലിട്ടായിരുന്നു കയറി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇതാ അവർക്ക് കൊടുത്ത് തിരിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവള് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് റെഡി ആവേണ്ടതുണ്ട്. എന്നാലും 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ കട്ട വെയിറ്റ് ആയിരുന്നു കേട്ടോ. കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡോർ എങ്ങനെയും മുട്ടിയിട്ട് തുറക്കുന്നുണ്ടായിരുന്നില്ല. കുറേ മുട്ടി. പിന്നെ നമുക്ക് തന്നെ ബോറടിച്ച് തുടങ്ങി. കാരണം നമ്മൾ ഫസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ട് വന്നിരുന്നു. ഇവിടെ ആരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ. അങ്ങനെ ഫൈനലി അവർ അങ്ങനെ ഓപ്പൺ ചെയ്ത് തന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ വ്യൂ ചെയ്തപ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ നൈസായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഫസ്റ്റ് ടൈമാണ്, ഇതുവരെ ലൈൻസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കളറൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരാഗ്രഹം കൊണ്ടിരുന്നതായിരുന്നു. എന്തായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ്. ഞാൻ വിചാരിച്ചു എന്താ സാധാരണ പറയുക, ക്ലിയർ ഉണ്ടാവില്ല. അതായത് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കാണുന്നത് കുറച്ച് നേരം മങ്ങിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ക്ലിയർ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഷ് ലുക്കിൽ തന്നെ എടുക്കണമല്ലോ ഫോട്ടോസൊക്കെ. അങ്ങനെ ഫ്രഷ് ലുക്കിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് പിന്നെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഫൈനലി വൈകുന്നേരം ആയത് നമ്മൾ ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 5 മണിക്കാണ് നിക്കാഹിൻ്റെ ടൈം വരുന്നത്. പിന്നെ കട്ട വെയിറ്റ് ആയിരുന്നു ചെക്കൻ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇന്ന് നമ്മളെ ആണുങ്ങൾക്കാണ് കല്യാണം ഉള്ളത്, നാളെയാണ് പെണ്ണുങ്ങൾക്ക് ഉള്ളത്. അങ്ങനെ ഫൈനലി നമ്മളുടെ ചെക്കൻ എത്തിയിട്ടാണുള്ളത്. നിക്കാഹ് 5 മണിക്ക് ആയതുകൊണ്ട് തന്നെ ഇന്നാണെങ്കിൽ നോമ്പും കൂടി ആയതുകൊണ്ട് എന്താ പറയുക, നോമ്പ് തുറ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. എല്ലാവരും വേഗം തന്നെ അതായത് നിക്കാഹ് വേഗം കഴിക്കണമല്ലോ. മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് നിക്കാഹ് കഴിയണം. 5 മണിക്കാന്ന് വെച്ചത്. ഇതിന് മുമ്പ് ഒരു നിക്കാഹ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ടൈം ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നിക്കാഹൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലോട്ടേക്ക് വരുത്താം. നമ്മളടുത്തുള്ള പള്ളി തന്നെയാണ് നിക്കാഹ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എളുപ്പമാണ്, അങ്ങോട്ട് പോവുക, നേരെ ഇങ്ങോട്ടേക്ക് നടന്നു വരേണ്ട ദൂരം മാത്രമേ ഉള്ളൂ.
അത്ര വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് നടക്കേ വേണ്ടു. അങ്ങനെ ഇതാ പിന്നെ ചെക്കൻ്റെ ടീമിൻ്റെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, മുട്ടിപ്പാട്ടും അതുപോലെ തന്നെ വെടിവെട്ടിക്കലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഓൺ വോയിസ് തന്നെ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എങ്ങനെ ചെക്കനും ടീമൊക്കെ വന്നു. കലാപരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ? നമ്മൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ ഇവിടെ നിൽക്കുകയായിരുന്നല്ലോ. ഇത് അനിയൻ വീടെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും കണ്ടത്. ഇല്ലായിരുന്നെങ്കിൽ അവിടെ നടന്നതൊന്നും തന്നെ നമ്മൾ കാണില്ലായിരുന്നു. കാരണം കർട്ടനൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചെടുത്തുനിന്ന് നമ്മൾ പുറത്ത് നടക്കുന്നത് എന്താന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. നമ്മൾ അകത്തിരിക്കുന്നത് നമ്മളല്ലേ, അതുകൊണ്ട് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്തുനിന്നായിരുന്നു നോമ്പ് തുറ ഉണ്ടായിരുന്നത്. എല്ലാവർക്കുള്ള ചായക്കടിയൊക്കെ സെറ്റ് ചെയ്ത് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോമ്പൊക്കെ മുറിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചെക്കനും അവരെല്ലാവരും അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്.
റൂമിലേക്ക് കയറിയാണ് കേട്ടോ. കാരണം നമ്മളെ റൂം വരുന്നത് മുകളിലാണല്ലോ. അങ്ങനെ എല്ലാവരും റൂമിലേക്ക് പോയാണ്. ഇനി ഇവരുടെ ഫോട്ടോസും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ പെണ്ണിനെ എന്ത് ചെയ്യാൻ, റൂമിലേക്ക് കയറ്റാൻ. അങ്ങനെ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരുടെ സമ്മതം എല്ലാം ചോദിച്ച് എല്ലാവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി നമ്മൾ റൂമിലേക്ക് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോയാണ്. അതിൻ്റെ മുകളിൽ ഇവരുടെ പരിപാടികളൊക്കെ പാട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ പാട്ടൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട്, രണ്ട് ടീം, അതായത് പെണ്ണിൻ്റെ ടീമും ചെക്കൻ്റെ ടീമും കൂടിയിട്ട് ഒരുമിച്ചിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്, വൈബാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ റാബിത്തിനെ ഉപ്പയും അതുപോലെ തന്നെ ഉപ്പാര മൂത്ത പെങ്ങളും കൂടിയാണ് റൂമിലേക്ക് കയറ്റുന്നത്. സാധാരണ ഉപ്പാരെ ഉമ്മയാണ് റൂമിലേക്ക് കയറ്റാറുള്ളത്. ഇപ്പോൾ ഉപ്പാരെ ഉമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പാരെ മൂത്ത പെങ്ങന്മാരാണ് കയറ്റുന്നത്. പിന്നെ അവരെ റൂമിലേക്ക് കയറ്റിയതിന് ശേഷം പിന്നെ അവരുടേതായ കപ്പിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ പിന്നെ നമ്മളും എല്ലാവരും കൂടി ചെക്കൻ്റെ കൂടെയുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ചെക്കനും ചെക്കൻ്റെ ടീമും എല്ലാവരും പോയതിന് ശേഷം പിന്നെ നമ്മളെ ടീമിൻ്റെ കലാപരിപാടികളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. കാരണം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവൻറ്റിൻ്റെ ആൾക്കാരെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിലായിരുന്നു നൈസായിട്ട് നമ്മളുടെ ഡാൻസും കൂടെ ആഡാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട്, കുറേ ദിവസമല്ല മാസം തന്നെ ആയിട്ടുണ്ടാവുന്ന ചാൻസ് കൂടുതൽ. മാസങ്ങളോളം പ്ലാൻ ചെയ്ത് ലാസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വരെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ളും തെറ്റിച്ചിട്ടായിരുന്നു കളിച്ചത്. കാരണം പ്രാക്ടീസ് ചെയ്യാൻ ടൈമില്ല. കാരണം നമ്മളുടെ ഈ ഡ്രസ്സിങ്ങിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് പോക്കും അതിൻ്റെ പർച്ചേസിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ ഗൾഫിലായിരുന്നു, ഒരാൾ ബാക്കി 3 നാട്ടിൽ തന്നെ ഉണ്ട്, പിന്നെ ക്ലാസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഡാൻസ് അങ്ങനെ വലിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം കളിച്ചു. പിന്നെ ജസു പറഞ്ഞു എനിക്കും ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ ആ ഡാൻസിൻ്റെ പാട്ട് തന്നെ ഇട്ടിട്ടായിരുന്നു അവനും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ജസു ആണെങ്കിൽ കുറേ ദിവസം മുന്നേ പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു. അങ്ങനെ പിന്നെ അവൻ്റെ കളി കഴിഞ്ഞതിന് ശേഷം ജസുവിൻ്റെ ചങ്ങായിമാരുടെ കളിയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടി നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഫങ്ഷന്. ഈ പിള്ളേരും കുറേ തവണ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കൊരു പാട്ടിട്ട് തരുമോ, നമ്മൾ ഡാൻസ് കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ കളിച്ചോ, പ്രശ്നമൊന്നുമില്ല, ഒരൊറ്റ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് അങ്ങനെ ഒരു ടൈം കൊടുത്തു. അതിനുശേഷം ഒരു 12 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ 12 o'clock ആയിട്ടുണ്ടാവണം, ടൈം കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു ടൈം ആയപ്പോഴേക്കും ചെക്കനും ടീമൊക്കെ വന്നിട്ടുണ്ട്. 1 o'clock ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവർ വന്നു. വേറൊന്നിനല്ല, ഇപ്പോഴത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുതരും. പിന്നെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ബ്രൈഡിനെയും മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് ചമ്മിക്കാറാണ് പതിവ്. നമുക്ക് അങ്ങനത്തെ ഒരു പണിയില്ലല്ലോ. അവർ വന്നിട്ട് സെറ്റ് ചെയ്ത് നല്ല സുന്ദരികളാക്കി വെച്ചിട്ട് അവർ അങ്ങ് പോകും. അങ്ങനെ അവരും നൈറ്റ് വന്നിട്ട് ഡ്രസ്സ് കൊണ്ടുതരാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു. പിന്നെ അവരുടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതും കണ്ട് നല്ല ഭംഗി, നല്ല എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഒന്ന് കാണാനായിട്ട്. പിന്നെ അവരെല്ലാവരും എത്തിയതിന് ശേഷം നമ്മൾ എന്താ പറയുക വെള്ളമൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം അതുപോലെ തന്നെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ പെണ്ണിനെ നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, സ്പോട്ടിൽ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. നമ്മൾ നേരത്തെ കളിച്ച ഡാൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുകൂടെ കളിച്ചിട്ട് എന്ത് ചെയ്തു, പെണ്ണിനെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് വന്ന കുറച്ച് കുട്ടികളുടെ ഡാൻസും കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതും കണ്ടു. പിന്നെ പൂ കൊടുക്കലായി, പിന്നെ ഫോട്ടോസ് എടുക്കലായി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, സന്തോഷമായി, ഹാപ്പി ആയിട്ട് അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയിട്ടാണ് ഉള്ളത്. അങ്ങനെ പിന്നെ എല്ലാം അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഇന്നത്തെ ഒരു ദിവസവും കടന്നു പോയിട്ടുണ്ട്.
അപ്പം ഇനി കാര്യമായിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. ഇതൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ സമയം 2 മണി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഡ്രസ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് സമയം 3 മണി ആയിട്ടുണ്ട്. ഇതാണ് ഇവർക്ക് കൊണ്ടുവന്ന ഡ്രസ്സും ചെരുപ്പും കാര്യങ്ങളൊക്കെ. ബാപ്പി മോനിക്ക് നട്ടപ്പായിരക്കാണ് കളിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2ന് തച്ച് വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.